ശ്രീമതി മാഗ്ലിൻ പീറ്റർ, അദാനിയുടെ വ്യാപാര പങ്കാളിയായ ഒരു കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വിമുഖത, അതിന് പിന്നിലുള്ള താല്പര്യങ്ങൾ, ഇതായിരുന്നു സർക്കാർ നേരിട്ടിരുന്ന ആക്ഷേപം. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തന്നെ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ തൽക്കാലം കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി വേണ്ട എന്നൊരു തീരുമാനമെടുത്തതാണ് കേരളത്തിൽ വിവാദമായത്. ഈ 2 കപ്പൽ അപകടങ്ങൾക്ക് പിന്നിലും മറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ടെന്നും അതിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ അത് തീരദേശവാസികളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്നതാണ് എന്നുമൊക്കെയുള്ള ഒരു മുൻ വിചാരം തീരഭൂസംരക്ഷണ സമിതിക്കുണ്ടോ ശ്രീമതി മാഗ്ലിൻ പീറ്റർ? സ്പോട്ട് എന്നുള്ള റിപ്പോർട്ടർ തന്നെ പറയുകയുണ്ടായി, തീയുടെ കാഠിന്യം കുറഞ്ഞു, അല്ലെങ്കിൽ തീയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകയുടെ ശക്തി കുറഞ്ഞിട്ടില്ല, അത് കുറച്ചുകൂടി ശക്തമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വിദഗ്ധർ പറയുന്ന ഈ കപ്പൽ 2ആയിട്ട് പിളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകണം? ഇത് തീർച്ചയായും താഴേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അപകട സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. അപകട സാധ്യത ഇപ്പോഴും വളരെ ശക്തമായിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ ലെവലിൽ തന്നെ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. വേറൊന്നും എനിക്കറിയില്ല. ഞാൻ മറ്റു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അപകടത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ മലിനീകരണത്തെ സംബന്ധിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് കുഫോസിലെ മാഡം അവതരിപ്പിച്ചത്. അതിൻ്റെ കാഠിന്യം വളരെ കുറച്ചാണ് കണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം 157 കണ്ടെയ്നറുകളിൽ മാരകമായ വിഷാംശമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 157 എണ്ണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും വെള്ളവുമായി കലർന്നാൽ കത്തുന്നതുണ്ട്, വായുവുമായി കലർന്നാൽ കത്തുന്നതുണ്ട്, വെള്ളത്തിൽ ചേർന്നാൽ മാരകമായ വിഷാംശം ഭക്ഷിക്കുകയോ ശ്വസിക്കുകയോ ചെയ്താലും മനുഷ്യനും മീനിനും ഉടനെ തന്നെ മരണം സംഭവിക്കാവുന്ന മാരകമായ വിഷാംശം ഉള്ള ഒരു കണ്ടെയ്നറുകൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്കും നമുക്കെങ്ങനെയാണ് ഇതിന് പരിസ്ഥിതിയുടെ ആഘാതത്തെ സംബന്ധിച്ചുകൊണ്ടും മനുഷ്യനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങളെയും ബാധിക്കുന്നതിന് വളരെ ലളിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വേറൊന്ന്, ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും, നമുക്കറിയാം പിണറായിയും അല്ലെങ്കിൽ മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ MSC എൽസ 3 അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ മുഖ്യമന്ത്രിയും കമ്പനിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് ശേഷം വന്ന് പറഞ്ഞത് എന്താണ്? നമുക്കങ്ങനെ നിയമപരമായ യാതൊരുവിധ നടപടിയിലേക്കും പോകണ്ട, നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം ആനുകൂല്യം മാത്രം കിട്ടിയാൽ മതി എന്ന ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രി പ്രശ്നത്തിന് ലഘൂകരിക്കുകയാണുണ്ടായത്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് നമുക്കറിയാം. അദാനിയുടെ കമ്പനികളിൽ, അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലുള്ള കമ്പനികളിൽ MSCക്ക് പങ്കുണ്ടെന്ന്, ഷെയർ ഉണ്ട്. ഇവിടെ 800-ലുള്ള കമ്പനിയുമായി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 49% ഷെയറും, മറ്റൊരു പോർട്ടുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് ബോംബെയിലെ മുദ്ര പോർട്ടാണെന്ന് തോന്നുന്നു, മുദ്ര പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50% ഷെയറുമുണ്ട്. മുന്ദ്രയിലെ അദാനി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനികളിലാണ് 50% വീതം ഓഹരി ഉള്ളത് സംയുക്തമായി. അതെ, തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഇവിടെ വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് MSCയുടെ ആണ്. MSCയുടെ വെസൽസാണ് ഏറ്റവും കൂടുതൽ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരിക്കലും ഒരു നിയമ നടപടിയിലേക്കും പോകാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കൊടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ചും ആ കേസ് എന്തുമാത്രം നിലനിൽക്കും എന്ന് പറയും. മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലനിൽക്കും, പക്ഷെ അതിന് മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ആശങ്കയുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവായിട്ട് തന്നെ നമ്മൾ പബ്ലിക്കിനെ കൊണ്ട് കൂടുതൽ കേസുകൾ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇന്നലെ എന്നെ ഒരു മത്സ്യത്തൊഴിലാളി വിളിച്ചിട്ട് ഇന്ന് രാവിലെ, നമുക്കറിയാം കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ ഇനി വരുന്ന ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന മത്സ്യബന്ധന രീതിയാണ് തട്ടുമടി എന്ന് പറഞ്ഞാൽ. തട്ടുമടി എന്ന് പറഞ്ഞാൽ ഒരു 10-25 പേര് 2 വള്ളത്തിലായി പോയിട്ട് തിരമാലയ്ക്ക് അപ്പുറത്ത് പോയിട്ട് വളഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു രീതിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവന ഉപാധി എന്ന് പറഞ്ഞാൽ. ഇപ്പം കടലിലൂടെ ഒഴുകി നടക്കുന്ന ധാരാളം കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളുണ്ട്.
ഈ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി വലകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഇനി എത്ര കാലം ഈ മത്സ്യബന്ധനം സാധ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വേറൊന്ന്, ഇത് ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട്, ഏതിലെ കൂടെയൊക്കെയാണ് ഒഴുകി നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൺമുമ്പിലൂടെയാണ് ഇത് ജലത്തിലൂടെ, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കൺമുമ്പിലൂടെയാണ് ഇത് ജലത്തിലൂടെ ഒഴുകി നടക്കുന്നത്. പല ബന്ധപ്പെട്ട അധികാരികളോടും പറഞ്ഞത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് പഠിക്കാനുണ്ടെന്നാണ്. എന്ത് തരം പഠനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എവിടെയെങ്കിലും അടിച്ചേറിക്കൊണ്ടുള്ള പഠനം, അടിച്ചേറി കഴിഞ്ഞാൽ ദുരന്തമുണ്ടായിക്കൊണ്ടുള്ള പഠനമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സംശയിക്കുന്നുണ്ട്. വേറൊന്ന്, നമുക്കറിയാം ഈ കണ്ടെയ്നറുകളിൽ ഇപ്പം അവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് തെക്കോട്ട് ഏകദേശം നമ്മുടെ കൊച്ചി വരെയുള്ള പ്രദേശത്തേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പറയുന്നുണ്ട്. കൊച്ചിയുടെ തീരപ്രദേശത്ത്, പുതുവൈപ്പ് പ്രദേശത്ത് 3 അപകടകരമായിട്ടുള്ള കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BPCLും IOCയും LNGയും. ഇതും എക്സ്പ്ലോസീവായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള 3 കമ്പനികളാണ്. ഈ പ്രദേശത്ത് എങ്ങാനും ഇതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അപകടകാരികൾ എന്ന് പറയുന്ന അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അവിടെ വരികയും ഒരു പൊട്ടിത്തെറിക്കുകയും ചെയ്താൽ കേരളത്തിന് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും അപകട സാധ്യതയുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലും നമുക്കവിടെ സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയേറെ പ്രശ്ന സാധ്യതയുള്ള ഒരു വിഷയത്തെ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വളരെ ലളിതമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. വേറൊന്ന്, ഇത്രയും ദിവസമായി മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകുന്നില്ല. ഇനി കമ്പനിയിൽ നിന്ന് പാരിതോഷികം വാങ്ങിച്ചിട്ടാണോ മത്സ്യത്തൊഴിലാളികൾക്ക് പാരിതോഷികം കൊടുക്കേണ്ടത്? എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു വ്യക്തത ഇവിടെ കൊടുക്കുന്നില്ല. ഈ കടലിൽ പോകാത്ത ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബം എങ്ങനെ നിലനിൽക്കും? മാത്രമല്ല, ഞങ്ങൾക്ക് ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഇവർ പറയുന്നത് പോലെ അല്ല, അതിനേക്കാളും ഭീകരമാണ്. കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന മാരകമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളുടെ ഇപ്പം നേരത്തെ മാഡം പറഞ്ഞതുപോലെ പ്രജനന കാലഘട്ടമാണ്. ഈ പ്രജനന കാലഘട്ടത്തിൽ മത്സ്യം ചത്തു പൊങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് വലിയൊരു വില ഭാവിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ തൊഴിൽ പാടെ നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. മറ്റൊന്ന്, എൽസാത്രി അപകടം ഉണ്ടായതിനു ശേഷം ഇത്രയും 2 ആഴ്ച കഴിഞ്ഞു, എവിടെയും മത്സ്യം വാങ്ങിച്ച് ഭക്ഷിക്കുന്ന ആളുകളില്ല. വളരെ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഇപ്പം ആശങ്കയുണ്ട്. ആശങ്കയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം മുൻപ് നമ്മുടെ 2ാമത്തെ കപ്പൽ മുങ്ങിയതിന് ശേഷവും മാരകമായ വിഷാംശം കടലിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്ത സ്പ്രെഡായതിനു ശേഷം മത്സ്യം ഭക്ഷിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നമ്മുടെ അമ്മമാരും മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് കുടുംബം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ യാതൊരു വിധത്തിലുമുള്ള ഒരു അറിയിപ്പ് എന്താ ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. മാത്രമല്ല, എത്രയും പെട്ടെന്ന് കടലിലൂടെ ഒഴുകി നടക്കുന്ന ഈ പറയുന്ന കണ്ടെയ്നറുകൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. ഈ പഠിച്ചിന് 3-4 മാസം കഴിയും. 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അത് അത്രയും കാലം ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. ശ്രീമതി മാഗ്ലിൻ, ഏതായാലും നമ്മുടെ തീരപ്രദേശത്തുണ്ടായ ഈ വലിയ അപകടത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ മത്സ്യസമ്പത്തിനെ ഇത് എത്രത്തോളം ദോഷമായി ബാധിക്കുന്നുണ്ട്? സാധാരണക്കാരായ ജനങ്ങൾക്ക് മത്സ്യം ആഹാരമായി കഴിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ടോ? ഇങ്ങനെ തുടങ്ങി അറിയാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ കഴിയാത്തതും വിവരങ്ങൾ പുറത്തു വരാത്തതുമായ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെന്താണ് മറുപടി? അതിലെന്താണ് വ്യക്തത? ആരാണ് ആ വ്യക്തത വരുത്തുക? ഈ കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം.